ഈ ഒരു ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷനാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്, ലാസ്റ്റ് ക്ലാസ്സാണ്. ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താണ് ഡീമെറ്റീരിയലൈസേഷൻ അല്ലെങ്കിൽ ഡെപ്പോസിറ്ററി സിസ്റ്റം എന്താണ്, ഈ ഒരു കാര്യമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത്. അപ്പോൾ ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഫോർമാറ്റിലുള്ള ഷെയർസ് നമ്മൾ എങ്ങനെയാണ് ഒരു പേപ്പർ ഫോർമാറ്റിലുള്ള ഷെയർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഷെയർസിനൊക്കെ നമ്മൾ ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ കറൻ്റ്ലി കൂടുതൽ ഷെയർസ് നമ്മൾ ഇലക്ട്രോണിക് ട്രേഡിംഗ് ആണ് നടക്കുന്നത്. ഇവിടെ നമ്മൾ ഇലക്ട്രോണിക് ഫോർമാറ്റിലാണ് ഷെയർസ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് സർട്ടിഫിക്കറ്റ്സും സെക്യൂരിറ്റീസൊക്കെ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്. So dematerialization is the process of converting your physical shares and securities into digital or electronic form. ഇതാണ് സിംപ്ലി ഡീമെറ്റീരിയലൈസേഷൻ എന്താണെന്ന് പറയുന്നത്. ഓക്കെ, ഇനി അങ്ങനെ ഡീമെറ്റീരിയലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഒരു വൈഡായിട്ടുള്ളൊരു ഏരിയ ആണ് ഈ ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്. അതിന് വളരെ ചുരുക്കിയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സിലേക്ക് ആക്കിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡീമെറ്റീരിയലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഷെയർ ഹോൾഡർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡീമെറ്റീരിയലൈസ്ഡ് ഫോമിലേക്ക് മാറ്റിയാൽ മതി. ഷെയർ ഹോൾഡർക്ക് അവരുടെ ഷെയർസ് ഫിസിക്കൽ ഫോമിൽ തന്നെയാണ് ട്രേഡ് ചെയ്യാൻ ഈസി എന്നുണ്ടെങ്കിൽ അവർക്ക് അത് തന്നെ ഫോളോ ചെയ്യാവുന്നതാണ്. ഇത് കമ്പൾസറി ആയിട്ടുള്ള ഒരു മെക്കാനിസം അല്ല ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്. എന്നാലും ഈ ഒരു ട്രേഡ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ റിസ്ക് ഒക്കെ ഒരു പരിധിവരെ മിനിമൈസ് ചെയ്യാൻ ഈ ഒരു ഡീമെറ്റീരിയലൈസേഷൻ പ്രോസസ്സ് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഡീമെറ്റീരിയലൈസ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ റിക്വിസിറ്റ്സ് ആണ് അവിടെ ആവശ്യമായിട്ട് വരുന്നത്? ഒന്നാമത്തത്, ഇൻവെസ്റ്റർ ഷുഡ് ഹാവ് എ ഡെപ്പോസിറ്ററി അക്കൗണ്ട്. ഇൻവെസ്റ്റേഴ്സിന് ആർക്കാണോ അവരുടെ ഷെയർ ഡീമെറ്റീരിയലൈസ് ചെയ്യേണ്ടത് ആ ഇൻവെസ്റ്റേഴ്സിന് ഡെപ്പോസിറ്ററി അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അതെന്താണെന്നുള്ളത് നമുക്ക് ഇപ്പോൾ നോക്കാം. അപ്പോൾ ഒന്നാമത്തെ റിക്വിസിറ്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സിന് ഡെപ്പോസിറ്ററി അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ദെൻ സെക്കൻഡ് വൺ, സെക്യൂരിറ്റീസ് ഷുഡ് ബി ഫ്രം the eligible list of securities issued by the depository. ഇനി എല്ലാ സെക്യൂരിറ്റീസും നമുക്ക് ഇങ്ങനെ ഡീമെറ്റീരിയലൈസ്ഡ് ഫോമിലേക്ക് മാറ്റാൻ കഴിയില്ല. ഡെപ്പോസിറ്ററീസ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒരു ലിസ്റ്റ് ഓഫ് സെക്യൂരിറ്റീസ് ഉണ്ടാവും. ഇന്ന സെക്യൂരിറ്റീസിനൊക്കെ നമുക്ക് ഡീമെറ്റീരിയലൈസ് ചെയ്യാം. ആ എലിജിബിൾ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റീസ് മാത്രമേ ഉള്ളൂ നമുക്ക് ഡീമെറ്റീരിയലൈസ് ചെയ്യാൻ പറ്റുക. അതിൽ ഇൻക്ലൂഡഡ് അല്ലാത്ത സെക്യൂരിറ്റീസാണ് നമ്മളുടെ കയ്യിലുള്ളതെങ്കിൽ അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഡീമെറ്റീരിയലൈസ്ഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എലിജിബിൾ ലിസ്റ്റിലുള്ള സെക്യൂരിറ്റീസ് ആയിരിക്കണം. ഇൻവെസ്റ്റേഴ്സിന് ഡെപ്പോസിറ്ററി അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ആൻഡ് തേർഡ് വൺ, സെക്യൂരിറ്റീസ് മസ്റ്റ് ബി ഇൻ ദ നെയിം ഓഫ് അക്കൗണ്ട് ഹോൾഡർ ആൻഡ് ഓൺഡ് ബൈ ഹിം. ഇനി ആ ഷെയർ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ബ്ലാങ്ക് ട്രാൻസ്ഫർ. നമ്മളിങ്ങനെ ട്രാൻസ്ഫർ ചെയ്തു പോവുകയാണ്, പക്ഷേ ഓണർഷിപ്പ് നമ്മളുടെ അടുത്തല്ല. അങ്ങനത്തെ കേസിൽ നമുക്ക് ഡീമെറ്റീരിയലൈസ് ചെയ്യാൻ പറ്റില്ല. ഡീമെറ്റീരിയലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ട്രേഡ് ചെയ്യുന്ന സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് ആരുടെ കയ്യിലാണോ ഉള്ളത് ആ ഒരു അക്കൗണ്ട് ഹോൾഡർക്ക് മാത്രമേ സെക്യൂരിറ്റീസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡീമെറ്റീരിയലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അയാൾ ഓൺ ചെയ്തിരിക്കണം. അയാൾ ഓൺ ചെയ്യുന്ന സെക്യൂരിറ്റീസ് ആയിരിക്കണം. അക്കൗണ്ട് ഹോൾഡർ ഓൺ ചെയ്യുന്ന സെക്യൂരിറ്റീസിന് മാത്രമേ ഉള്ളൂ നമുക്ക് ഇങ്ങനെ ഡീമെറ്റീരിയലൈസ് ചെയ്യാൻ പറ്റുക. ഫോർത്ത് വൺ, സെപ്പറേറ്റ് ഡിമാറ്റ് റിക്വിസിഷൻ ഫോം ഈസ് റിക്വയർഡ് ഫോർ ഈച്ച് ഇഷ്യൂ കമ്പനി. ഇനി എന്ത് വേണം, ഓരോ കൈൻഡ് ഓഫ് സെക്യൂരിറ്റീസിനും ഡിഫറെൻറ്റ് ഡിമാറ്റ് റിക്വിസിഷൻ ഫോം ആവശ്യമായിട്ടുണ്ട്. ദെൻ DRF, അതായത് ഡിമാറ്റ് റിക്വിസിഷൻ ഫോമിനാണ് DRF എന്ന് പറയുന്നത്. ദ DRF ഷുഡ് ബി സൈൻഡ് ബൈ ഓൾ ദ ഹോൾഡേഴ്സ്. ഇനി ആ കമ്പനി അവരുടെ DRF ഇഷ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിലെല്ലാ ഹോൾഡേഴ്സും സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് ഒരു കമ്പനിക്ക് അവരുടെ സെക്യൂരിറ്റീസിനെ ഡീമെറ്റീരിയലൈസ്ഡ് ഫോമിലേക്കാക്കി മാറ്റി കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നമ്മളിവിടെ ടേംസ് പറഞ്ഞു, ഡീമെറ്റീരിയലൈസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻവെസ്റ്റേഴ്സിന് ഒരു അക്കൗണ്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ഡിമാറ്റ് അക്കൗണ്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോർമൽ കേസസിൽ നിങ്ങൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് ഉള്ളതായിട്ട് തന്നെ അതിനെ ഒന്ന് ഇമാജിൻ ചെയ്യുക. നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ഉള്ള സമയത്ത് നിങ്ങൾക്കൊരു ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ക്യാഷ് ട്രാൻസാക്ഷൻസും അക്കൗണ്ട് വഴിയാണ് നടക്കുന്നത്. അവിടെ നിങ്ങൾ ഒരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഫിസിക്കലി അങ്ങനത്തെ ഒരു ക്യാഷ് എന്ത് ചെയ്യുന്നില്ല, മൂവ് ചെയ്യുന്നില്ല. ഇലക്ട്രോണിക്കലിയാണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഒരു ബാങ്കിൽ നിന്ന്
കാശ് കൊണ്ടുപോയിട്ട് മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് ഇടല്ല ചെയ്യുന്നത്. അവിടെ ഇലക്ട്രോണിക് ട്രാൻസ്ഫറാണ് നടക്കുന്നത്. ലൈക്ക്വൈസ് ഡിമാറ്റ് അക്കൗണ്ടിലും നമ്മൾ ഷെയർസിനെ ഈ ഒരു ഡിമെറ്റീരിയലൈസ്ഡ് ഫോമിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഷെയർസ് പിന്നെ ട്രേഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഇലക്ട്രോണിക് ഫോർമാറ്റിലാണ്. അവിടെ ഫിസിക്കലി ആ ഒരു ഷെയർസ് അല്ല നമ്മൾ ട്രേഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഡിമെറ്റീരിയലൈസ്ഡ് ഓർ ഇലക്ട്രോണിക് ഫോർമാറ്റിലുള്ള സെക്യൂരിറ്റീസാണ് പിന്നെ അവിടുന്ന് അങ്ങോട്ട് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതേ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഈ ഒരു ഡിമാറ്റ് അക്കൗണ്ടും. നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ബാങ്ക് അക്കൗണ്ട് ഉള്ളത് അതുപോലെ തന്നെയാണ് ഡിമാറ്റ് അക്കൗണ്ടും ഓപ്പറേറ്റ് ചെയ്യുന്നത്. So, demat account or dematerialized account provide the facility of holding shares and securities in electronic format. Electronic formatil shares or securities hold ചെയ്യുന്ന ആ ഒരു മെക്കാനിസത്തിനെയാണ് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. And during the online trading, shares are bought and held in demat account, thus facilitating easy trade for users. ഇനി ഇലക്ട്രോണിക് ട്രേഡിംഗ് അല്ലെങ്കിൽ ഓൺലൈൻ ട്രേഡിംഗ് നടത്തുന്ന സമയത്ത് നമ്മൾ ഈ ഡിമാറ്റ് അക്കൗണ്ടിലാണ് നമ്മളെ ഷെയർസൊക്കെ കീപ്പ് ചെയ്ത് വെക്കുന്നത്. നമുക്ക് മറ്റൊരാൾക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് ഡിമാറ്റ് അക്കൗണ്ടുള്ള മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യുന്നു. അത്രയേ ഉള്ളൂ ഡിമാറ്റ് അക്കൗണ്ട് എന്താണ് എന്നുള്ള ഒരു ടേം മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തതാണ്. അതുപോലെ തന്നെ ഡെപ്പോസിറ്ററി എന്താണ് നമ്മളിവിടെ പറയുന്നുണ്ട്. ഡെപ്പോസിറ്ററിയിലാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഡെപ്പോസിറ്ററി? ഡെപ്പോസിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കമ്പനി ഫോംഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട് 1956 ആൻഡ് ഷുഡ് ഹാവ് ബീൻ ഗ്രാൻറ്റഡ് എ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ അണ്ടർ സെബി ആക്ട് 1992. സെബി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആൻഡ് കമ്പനീസ് ആക്ട് പ്രകാരം ഫോം ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയാണ് ഡെപ്പോസിറ്ററി എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ അക്കൗണ്ട് അല്ല, അതെന്താണ്, ഒരു കമ്പനിയാണ്. നമുക്ക് ഈ ഒരു ഇലക്ട്രോണിക് ഫോർമാറ്റിലുള്ള ട്രേഡിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് പോസിബിൾ ആക്കി തരുന്ന ഒരു കമ്പനിയാണ് ഡെപ്പോസിറ്ററി എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി എ സ്റ്റോക്ക് ബ്രോക്കർ ആകാം, അല്ലെങ്കിൽ ഒരു ഇൻ്റർമീഡിയറി ആകാം, ആര് വേണമെങ്കിലും ആകാം. അതൊരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. Okay, and a depository is an organization or a company which hold securities of investors in electronic form at the request of the investors through a registered depository participant. ആ ഒരു സെൻറ്റൻസ് നിങ്ങൾ അതുപോലെ തന്നെ പഠിക്കുക, സ്പ്ലിറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. ഡെപ്പോസിറ്ററി ഈസ് ആൻ ഓർഗനൈസേഷൻ, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ആ ഒരു കമ്പനി എന്ന് പറയുന്നത് കമ്പനീസ് ആക്ട് പ്രകാരം നിലവിൽ വന്നതാണ് ആൻഡ് സെബി ഗൈഡ് ലൈൻസ് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനിയാണ്. വിച്ച് ഹോൾഡ് ദ സെക്യൂരിറ്റീസ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഇൻ ഇലക്ട്രോണിക് ഫോം. അതെന്താ ചെയ്യുന്നത്? ഇൻവെസ്റ്റേഴ്സിൻ്റെ സെക്യൂരിറ്റീസ് ഇലക്ട്രോണിക് ഫോമിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്, കീപ്പ് ചെയ്യുന്നുണ്ട് അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. ഇനി അത് ഇൻവെസ്റ്റേഴ്സ് അങ്ങനെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ്. ഇൻവെസ്റ്റേഴ്സിന് തോന്നുകയാണ് അവരുടെ സെക്യൂരിറ്റീസ് ഡിമെറ്റീരിയലൈസ്ഡ് ഫോമിൽ കീപ്പ് ചെയ്യണം. അങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഇത് ഇലക്ട്രോണിക് ഫോമിൽ ഡെപ്പോസിറ്ററീസ് കീപ്പ് ചെയ്യുന്നത്. സോ അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ത്രൂ എ രജിസ്റ്റേർഡ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ്. ഇനി ഡെപ്പോസിറ്ററി എന്ന് പറയുന്ന കമ്പനി നേരിട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നതല്ല, അവർ ഒരു ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള ഡെപ്പോസിറ്ററിൻ്റെ ഏജൻറ്റിനെയാണ് നമ്മൾ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് ഓർ DP എന്ന് പറയുന്നത്. അപ്പോൾ ഈ DP വഴിയാണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരം അവരുടെ സെക്യൂരിറ്റീസ് ഇലക്ട്രോണിക് ഫോർമാറ്റിൽ ഡെപ്പോസിറ്ററീസ് കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, the depository holds securities in an account of the investor and transfer securities between account. ഇനി ഈ ഒരു ഡെപ്പോസിറ്ററിയിൽ ഒരുപാട് ഇൻവെസ്റ്റേഴ്സിൻ്റെ അക്കൗണ്ട് ഉണ്ടായിരിക്കും, ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ ഇൻവെസ്റ്റേഴ്സിൻ്റെ അക്കൗണ്ടിലും അവരവരുടെ ഷെയർസ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതുപോലെ ബിറ്റ്വീൻ അക്കൗണ്ട്സ്, ഒരാളുടെ അക്കൗണ്ടിൽ നിന്ന് മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് സെക്യൂരിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യുന്നതും ഡെപ്പോസിറ്ററീസ് തന്നെയാണ്. ഓക്കെ, പ്രസൻ്റ്ലി ഇന്ത്യയിൽ 2 ഡെപ്പോസിറ്ററീസാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തത് NSDL ആണ്, നാഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്ററി ലിമിറ്റഡ് ആൻഡ് സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസ് ലിമിറ്റഡ്. അത് രണ്ടും ഇമ്പോർട്ടൻ്റ്ലി പഠിച്ചു വെക്കേണ്ടതാണ്. ഡെപ്പോസിറ്ററി എന്താണെന്ന് ചോദിച്ചാൽ ഇത് രണ്ടും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ് ആൻഡ് സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസ് ലിമിറ്റഡ്. ഈ രണ്ടെണ്ണമാണ് ഇന്ത്യയിൽ നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഡെപ്പോസിറ്ററീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞു ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് അത് ഏജൻ്റാണ്. ഈ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ്സ് വഴിയാണ് ഡെപ്പോസിറ്ററീസിലേക്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് ആക്കണം എന്നുള്ള റിക്വസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്ററീൻ്റെ ഏജൻ്റാണ്.
So depository participant is the representative or agent in the depository system, providing the link between the company and the investors through depository. ഈ ഡെപ്പോസിറ്ററി എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനിയും ഇൻവെസ്റ്ററും തമ്മിലുള്ളൊരു ഏജൻ്റായിട്ട് അല്ലെങ്കിൽ ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻവെസ്റ്റേഴ്സിന് എത്ര എമൗണ്ട്, എത്ര ഷെയർസ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ആണോ ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് മാറ്റേണ്ടത്, അതിന് ഇലക്ട്രോണിക് ഫോർമാറ്റിൽ കീപ്പ് ചെയ്യുന്നത് ഡെപ്പോസിറ്ററിയാണ്. ഇനി ഈ ഷെയർസ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് ഏതോ ഒരു കമ്പനീൻ്റെതാണ്. അപ്പോൾ ഈ കമ്പനിയും ഇൻവെസ്റ്ററും തമ്മിലുള്ള ഒരു ലിങ്കായിട്ടാണ് ഈ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് ആക്ട് ചെയ്യുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ്? ത്രൂ ഡെപ്പോസിറ്ററി. ഡെപ്പോസിറ്ററിക്ക് വേണ്ടിയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഏജൻ്റാണ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ്. അവരുടെ സർവീസ് എന്ന് പറയുന്നത് കമ്പനിയും ഇൻവെസ്റ്ററും തമ്മിലുള്ളൊരു ലിങ്കായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിൻ്റെ ഒരു അവിടെ വരുന്ന ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഡീമെറ്റീരിയലൈസ് നമ്മൾ ചെയ്യുന്നത്? കമ്പനി അല്ലെങ്കിൽ ഈ ഡെപ്പോസിറ്ററീസ് എങ്ങനെയാണ് ഡീമെറ്റീരിയലൈസ്ഡ് ഫോമിലേക്ക് മാറ്റുന്നത്? അതിൻ്റെ ഒരു പ്രോസസ്സ് 8 സ്റ്റേജസ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഒന്നാമത്തത്, ഇൻവെസ്റ്റർ ഓപ്പൺസ് എൻ അക്കൗണ്ട് വിത്ത് DP. ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റർ അല്ലെങ്കിൽ നമ്മളതിന് ബെനിഫിഷ്യൽ ഓണർ എന്ന് പറയും. അതായത് ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ആൾ. ഇയാൾക്ക് തോന്നുകയാണ് ഇയാളുടെ ഷെയർസ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ഇപ്പോൾ ഉള്ള ഫിസിക്കൽ ഫോർമാറ്റിലായാൽ പോരാ, അതിനെ ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ അവരെന്ത് ചെയ്യണം? ഒരു ഡെപ്പോസിറ്ററി, ഏതെങ്കിലും ഒരു ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റിൽ, അത് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ബ്രോക്കറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻ്റർമീഡിയറിയോ ആയിരിക്കും. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ഇൻവെസ്റ്റർ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം ഏതെങ്കിലും ഒരു DPയിൽ, ഏതെങ്കിലും ഒരു ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് വെച്ചിട്ട്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫിൽസ് DRF ഫോർ രജിസ്റ്റേർഡ് ഷെയർസ്. ആ ഒരു സ്റ്റെപ്പിൽ തന്നെ നിങ്ങൾക്ക് അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തെഴുതാം അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തെഴുതാം. ഇൻവെസ്റ്റർ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഒരു ഡിമാറ്റ് റിക്വസിറ്റ് ഫോം, DRF ഡിമാറ്റ് റിക്വസിറ്റ് ഫോം ഫില്ല് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇതിങ്ങനെ ഫില്ല് ചെയ്യുന്ന സമയത്താണ് ഇയാൾക്ക് എന്തുണ്ട്, എത്ര ഷെയറാണ് ഇവർ ഹോൾഡ് ചെയ്യുന്നത്, അതിൻ്റെ നമ്പർ എത്രയാണ്, ഇലക്ട്രോണിക് നമ്പർ എത്രയാണ്, ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നതിൻ്റെ ഫിസിക്കൽ ഡിസ്റ്റിങ്ക്റ്റീവ് നമ്പർ എത്രയാണ്, ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും നമുക്ക് DRF ഫില്ല് ചെയ്യാനുണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് ഈ ഒരു DRF ഫില്ല് ചെയ്യാനുള്ള പ്രോസസ്സിലേക്കാണ് കടക്കുന്നത്. ദെൻ മൂന്നാമതായിട്ട് ഇൻവെസ്റ്റർ ലോഡ്ജസ് DRF ആൻഡ് സർട്ടിഫിക്കറ്റ് വിത്ത് DP. ഇനി ഈ ഇൻവെസ്റ്റർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞിരിക്കുന്ന DRFും, അതായത് നേരത്തെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഡെപ്പോസിറ്ററി റിക്വസിറ്റ് ഫോമും ആൻഡ് അയാളുടെ കയ്യിലുള്ള ഷെയർ സർട്ടിഫിക്കറ്റ്സും ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിന് സബ്മിറ്റ് ചെയ്യണം. ലോഡ്ജ് ചെയ്യാൻ മീൻസ് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഇൻവെസ്റ്റർ ആദ്യം ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു ആൻഡ് DRF ഫില്ല് ചെയ്തു. മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് ഈ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന DRFും ആൻഡ് ഇയാളുടെ കയ്യിലുള്ള ഷെയർ സർട്ടിഫിക്കറ്റാണ് ഇയാൾ ഓൺ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ തെളിവ്. അപ്പോൾ ഈ ഷെയർ സർട്ടിഫിക്കറ്റും DRFും കൂടെ DPക്ക്, ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റിന് ലോഡ്ജ് ചെയ്യണം അല്ലെങ്കിൽ അതിന് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി DP ഇത് സബ്മിറ്റ് ചെയ്തത് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് എന്ത് ചെയ്യുന്നുണ്ട്? മ്യൂട്ടിലേറ്റ് ദ ഫിസിക്കൽ സർട്ടിഫിക്കറ്റ്. ഇയാൾക്ക് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് ഇപ്പോൾ റിസീവ് ചെയ്തിരിക്കുന്ന ഫിസിക്കൽ ഫോർമാറ്റിലുള്ള ഷെയർ സർട്ടിഫിക്കറ്റിനെ മ്യൂട്ടിലേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുക. മീൻസ് മ്യൂട്ടിലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡാമേജ് വരുത്തുക അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുക എന്ന് പറയും. ആൻഡ് ഇൻറ്റിമേറ്റ് ദ ഡെപ്പോസിറ്ററി. ആൻഡ് ഈ പാർട്ടിസിപ്പൻറ്റ് നേരെ ഡെപ്പോസിറ്ററീനെ ഇത് ഇൻഫോം ചെയ്യും. മെയിനായിട്ടുള്ള ഡെപ്പോസിറ്ററീനെ ഇത് ഇൻഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതെന്തിനാ മ്യൂട്ടിലേറ്റ് ചെയ്യുന്നത്? ഇനി ഈ ഫിസിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല, ഇനി ഇതിനെ ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ ഈ ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് പിന്നെ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് മ്യൂട്ടിലേറ്റ് ചെയ്യുന്നത്. ചില സ്റ്റെപ്പിൽ നിങ്ങൾക്കത് രജിസ്ട്രാർ അല്ലെങ്കിൽ ലാസ്റ്റിലേക്കാണ് അത് മ്യൂട്ടിലേറ്റ് ചെയ്യുന്നത്. എന്തായാലും ആ മ്യൂട്ടിലേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. മീൻസ് ആ ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് നമ്മൾ നശിപ്പിക്കുന്നുണ്ട്. ആൻഡ് അങ്ങനെ നമ്മൾ ഡെപ്പോസിറ്ററീനെ ഇൻഫോം ചെയ്തു, DP ഇൻഫോം ചെയ്തു. ഇനി ഡെപ്പോസിറ്ററി എന്ത് ചെയ്യും? ഡെപ്പോസിറ്ററി ഇൻറ്റിമേറ്റ് ദ രജിസ്ട്രാർ ഓർ ഇഷ്യൂർ, അല്ലെങ്കിൽ നമ്മളതിനെ ട്രാൻസ്ഫർ ഏജൻറ്റ് എന്ന് പറയും. എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഡെപ്പോസിറ്ററി ഈ ഒരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു പേഴ്സൺ, ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റർ എന്ത് ചെയ്യാൻ പോകുന്നുണ്ട്? ഡീമെറ്റീരിയലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ആരെ ഇൻഫോം ചെയ്യണം?
രജിസ്ട്രാറിനെയും ആൻഡ് ഇഷ്യൂവറിനെയും, അതായത് കമ്പനീൻ്റെ ഏത് കമ്പനിയാണോ ആ കമ്പനിക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കണം. ആൻഡ് ട്രാൻസ്ഫർ ഏജൻറ്റ്, ഇഷ്യൂവർ ഓർ ട്രാൻസ്ഫർ ഏജൻറ്റ് എന്നാണ് പറയുക. ട്രാൻസ്ഫർ ഏജൻ്റാണ് നമ്മളുടെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് തരിക. അപ്പോൾ അവരെയും നമ്മൾ ഇൻഫോം ചെയ്യും. ഇനി DP സെൻഡ് സർട്ടിഫിക്കറ്റ് ആൻഡ് DRF ടു രജിസ്ട്രാർ ഓർ ഇഷ്യൂവർ. ഇനി DPൻ്റെ കയ്യിൽ എന്തുണ്ട്? ഫിസിക്കൽ സർട്ടിഫിക്കറ്റും പിന്നെ DRFും ഉണ്ട്. ഇൻവെസ്റ്റർ DPക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള DRFും ഷെയർ സർട്ടിഫിക്കറ്റും ഇപ്പോൾ DPൻ്റെ കയ്യിലുണ്ട്. ഈ DP എന്ത് ചെയ്യുന്നുണ്ട്? അതായത് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് അവരുടെ കയ്യിലുള്ള ഈ DRFും സർട്ടിഫിക്കറ്റും കൂടെ രജിസ്ട്രാർ ഓർ ഇഷ്യൂവർക്ക് പാസ് ചെയ്യുന്നു, അല്ലെങ്കിൽ സെൻഡ് ചെയ്യുന്നു, ഇലക്ട്രോണിക് ഫോർമാറ്റിൽ സെൻഡ് ചെയ്യുന്നു. ആൻഡ് രജിസ്ട്രാർ ഓർ ഇഷ്യൂവർ കൺഫേം ദ ഡിമാറ്റ് ടു ഡെപ്പോസിറ്ററി. അങ്ങനെ അത് കിട്ടിക്കഴിഞ്ഞാൽ വെരിഫൈ ചെയ്യും. രജിസ്ട്രാർ ഓർ ഇഷ്യൂവർ എന്ത് ചെയ്യും? കിട്ടിയ സർട്ടിഫിക്കറ്റും DRFും ഒക്കെ ഒറിജിനൽ അല്ലേ, അതിൽ ക്ലിയർ അല്ലേ എന്നുള്ള രീതിയിൽ എല്ലാം വെരിഫൈ ചെയ്യും. ആഫ്റ്റർ വെരിഫിക്കേഷൻ ദേ കൺഫേം ഡിമാറ്റ് ടു ഡെപ്പോസിറ്ററി. എന്നിട്ട് എന്ത് ചെയ്യും? ഡെപ്പോസിറ്ററിക്ക് ഇൻഫോർമേഷൻ പാസ് ചെയ്യും. ഡിമാറ്റ് ചെയ്യാൻ കൺഫേം ചെയ്തുകൊണ്ടുള്ള ഒരു ഇൻഫോർമേഷൻ ഇലക്ട്രോണിക് ഫോർമാറ്റിൽ തന്നെ പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ദെൻ ആഫ്റ്റർ ഗെറ്റിംഗ് ദാറ്റ് കൺഫർമേഷൻ, ഡെപ്പോസിറ്ററിക്ക് അങ്ങനെ ഒരു കൺഫർമേഷൻ രജിസ്ട്രാർ ഓർ കമ്പനി ഓർ ട്രാൻസ്ഫർ ഏജൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഡെപ്പോസിറ്റർ എന്ത് ചെയ്യും? ഡെപ്പോസിറ്ററി വിൽ ക്രെഡിറ്റ് ഇൻവെസ്റ്റേഴ്സ് ഡിമാറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ വിത്ത് CSDL ഓർ NSDL. CSDL ഓർ CDSL ഓർ NSDL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്പോസിറ്ററി, ഇന്ത്യയിലുള്ള ഡെപ്പോസിറ്ററിയാണ്. അവിടെയാണ് ഇൻവെസ്റ്റർക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടാവുക. അപ്പോൾ ഏത് ഇൻവെസ്റ്ററിൻ്റെ ഡിമാറ്റ് അക്കൗണ്ട് എവിടെയാണോ, CDSL ആണെങ്കിൽ CDSL, NSDL ആണെങ്കിൽ NSDL, ആ ഇൻവെസ്റ്ററിൻ്റെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റർ എന്ത് ചെയ്യും? ഇപ്പോൾ അയാൾക്ക് എത്ര ഫിസിക്കൽ ഷെയർസ് ഉണ്ടോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷെയർസിൻ്റെ ഒരു ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് ആക്കിയിട്ട് അയാളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ നിലവിൽ ഇൻവെസ്റ്ററിൻ്റെ ആ ഡിമാറ്റ് അക്കൗണ്ടിൽ അയാൾ ഹോൾഡ് ചെയ്യുന്ന ഷെയർസിൻ്റെ അത്രയും വാല്യൂ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് പാസ് ചെയ്തിട്ട് എത്തിയിട്ടുണ്ടാകും. ഇനി ഈ ഇൻവെസ്റ്റർക്ക് മറ്റൊരാൾക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക് ഫോർമാറ്റിൽ തന്നെ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് ത്രൂ ഡെപ്പോസിറ്ററി. അപ്പോൾ ഒരു പ്രൊസീജിയർ ഇത്രയാണ്. പ്രൊസീജിയർ കറക്റ്റായിട്ട് ഇത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു, DRF ഫില്ല് ചെയ്യുന്നു, ആൻഡ് ആ DRFും നിലവിൽ കയ്യിലുള്ള സർട്ടിഫിക്കറ്റും DPക്ക് കൈമാറുന്നു. DP ആ സർട്ടിഫിക്കറ്റ് മ്യൂട്ടിലേറ്റ് ചെയ്യുന്നു ആൻഡ് ഡെപ്പോസിറ്ററിക്ക് ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നു. ഡെപ്പോസിറ്ററി അത് രജിസ്ട്രാർ ഓർ ഇഷ്യൂവർക്ക് ഇൻഫോർമേഷൻ പാസ് ചെയ്യും. ആൻഡ് നിലവിലിപ്പോൾ കയ്യിൽ വെച്ചിരിക്കുന്ന ഫിസിക്കൽ സർട്ടിഫിക്കറ്റും ആൻഡ് DRFും DP എന്ത് ചെയ്യുന്നുണ്ട്? രജിസ്ട്രാർ ഓർ ഇഷ്യൂവർക്ക് പാസ് ചെയ്യും. ആൻഡ് രജിസ്ട്രാർ ഓർ ഇഷ്യൂവർ എന്ത് ചെയ്യുന്നുണ്ട്? വെരിഫിക്കേഷന് ശേഷം ഡിമാറ്റ് കൺഫേം ചെയ്യുന്നുണ്ട്. ആൻഡ് ആഫ്റ്റർ ഡെപ്പോസിറ്ററി എന്ത് ചെയ്യുന്നുണ്ട്? കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഡെപ്പോസിറ്ററി അത്രയും ഇലക്ട്രോണിക് ഫോർമാറ്റിൽ ഇൻവെസ്റ്ററിൻ്റെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ. ദെൻ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരിക്കും? ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് ആക്കുമ്പോഴുള്ള അഡ്വാൻറ്റേജ് ഒന്നാമത്തത് പേപ്പർ വർക്ക് ലെസ് ചെയ്യുന്നുണ്ട്. ദെൻ രണ്ടാമത്തത് ഫാസ്റ്റർ സെറ്റിൽമെൻറ്റ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. പേപ്പർ വർക്ക്സോ അല്ലെങ്കിൽ ഒരുപാട് പ്രോസസ്സിലേക്ക് കടന്നു പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ക്ലിക്കിലൂടെ നമുക്ക് എന്ത് ചെയ്യാവുന്നതേ ഉള്ളൂ? ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഓവറോൾ സെറ്റിൽമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് നോ പോസ്റ്റൽ ഡിലേസ് ആൻഡ് ലോസ് ഓഫ് ഷെയർസ് ഇൻ ട്രാൻസിറ്റ്. നമ്മൾ ഫിസിക്കൽ ഫോർമാറ്റിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രോബ്ലംസ്, ഡിലേ വരിക അല്ലെങ്കിൽ ലോസ് ആവുക, അതൊന്നും പിന്നെ ഈ ഒരു ഇലക്ട്രോണിക് ഫോർമാറ്റിൽ ഉണ്ടാവില്ല. ആൻഡ് നോ നീഡ് ടു ഫിൽ ട്രാൻസ്ഫർ ഫോം ഫോർ ട്രാൻസ്ഫർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ട്രാൻസ്ഫർ ഓഫ് ഷെയർസിൽ പറഞ്ഞിട്ടുണ്ട്, ട്രാൻസ്ഫറി ഓർ ട്രാൻസ്ഫറർ ഒരു ആപ്ലിക്കേഷൻ ആദ്യം കൊടുക്കണം. ഒരു ട്രാൻസ്ഫർ ഡീഡ് സെറ്റ് ചെയ്തിട്ട് പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ നമ്മൾ എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ഫോം ഫില്ല് ചെയ്താൽ മാത്രമേ ട്രാൻസ്ഫർ പോസിബിൾ ആവുന്നുള്ളൂ. അങ്ങനൊരു സംഭവം ഡിമാറ്റ് സിസ്റ്റത്തിലില്ല. നമുക്ക് ജസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്താൽ മാത്രം മതി. ആൻഡ് നോ ഫ്രോഡുലൻറ്റ് ഇൻ്റർസെപ്ഷൻ ഓഫ് സർട്ടിഫിക്കറ്റ്. മറ്റു തരത്തിലുള്ള ഫ്രോഡുലൻറ്റ് കാര്യങ്ങളൊന്നും സർട്ടിഫിക്കറ്റ്സിൽ ഉണ്ടാവില്ല. അതായത് സിഗ്നേച്ചറിൽ വരുന്ന മിസ്റ്റേക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും മാൽ പ്രാക്ടീസസ് ഒന്നും വരാനുള്ള ചാൻസ് വളരെ കുറവാണ് ഡിമാറ്റ് അക്കൗണ്ട് സിസ്റ്റത്തിൽ. ആൻഡ് നോ ഓഡ് ലോട്ട് പ്രോബ്ലം എക്സിസ്റ്റ്. ഓഡ് ലോട്ട് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു 10 ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് ഒറ്റ ഷെയർ മാത്രം മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ
അത് ഫിസിക്കൽ ഫോർമാറ്റിൽ ചെയ്യുന്ന സമയത്ത് ഡിഫിക്കൽട്ടാണ്. കാരണം ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ടോ അതിനൊറ്റ സർട്ടിഫിക്കറ്റ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ഡിമാറ്റ് സിസ്റ്റത്തിൽ അതിൻ്റെ ഒരു പ്രോബ്ലവും ഇല്ല. എത്ര ഒരു ഷെയർ ആണെങ്കിൽ ഒരു ഷെയർ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ആൻഡ് ഗ്രേറ്റർ ലിക്വിഡിറ്റി. ഇതൊക്കെയാണ് ഡിമാറ്റ് സിസ്റ്റം ഫോളോ ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ആൻഡ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, ട്രേഡിംഗ് ഇൻ സെക്യൂരിറ്റീസ് മേ ബിക്കം അൺകൺട്രോളബിൾ. എന്താണ്, ഇലക്ട്രോണിക് ഫോർമാറ്റിൽ ഒരുപാട് വരുന്ന സമയത്ത് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റണമെന്നില്ല. ആൻഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അല്ലെങ്കിൽ ഈ DP മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ക്ലോസ് സൂപ്പർവിഷൻ അത്യാവശ്യമായിട്ട് വരുന്നുണ്ട്. ആൻഡ് എഗ്രിമെൻറ്റ്സ് ആർ എൻറ്റേർഡ് അറ്റ് വേരിയസ് ലെവൽസ് ഇൻ ദ പ്രോസസ് ഓഫ് ഡീമെറ്റീരിയലൈസേഷൻ. സോ ഇൻവെസ്റ്റേഴ്സ് മേ ഫൈൻഡ് ഇറ്റ് വെരി കോംപ്ലിക്കേറ്റഡ്. ഇനി ഡീമെറ്റീരിയലൈസേഷനിൽ തന്നെ നമ്മളുടെ ചില ഷെയർസ് ട്രാൻസിറ്റ് എന്നുള്ള ഒരു പ്രോസസ്സിൽ നിൽക്കുന്നുണ്ടാകും, ചിലത് ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് മാറ്റാനായിട്ട് നിൽക്കുന്നുണ്ടാകും. അങ്ങനെ ഈ ഒരു പ്രോസസ്സിൽ തന്നെ ഡിഫറെൻറ്റ് സ്റ്റേജിലായിട്ടായിരിക്കും ഓരോ ഷെയർസും നിൽക്കുന്നത്, അല്ലെങ്കിൽ സെക്യൂരിറ്റീസും നിൽക്കുന്നത്. അപ്പോൾ അതിനെ മാനേജ് ചെയ്യാന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിഫിക്കൽട്ടി ആയിട്ട് വരാവുന്നതാണ്. ഓക്കെ, ഇനി അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേമും കൂടെ ഉണ്ട്, റീമെറ്റീരിയലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡീമെറ്റീരിയലൈസ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് മാറ്റിയ സെക്യൂരിറ്റീസിനെ വീണ്ടും ഫിസിക്കൽ ഫോർമാറ്റിലേക്ക് മാറ്റുന്ന പ്രോസസ്സാണ് റീമെറ്റീരിയലൈസേഷൻ. ഓക്കെ, റീമെറ്റീരിയലൈസേഷൻ ഇസ് ദ പ്രോസസ് ബൈ വിച്ച് എ ക്ലയൻറ്റ് ക്യാൻ ഗെറ്റ് ഹിസ് ഇലക്ട്രോണിക് ഹോൾഡിങ്സ് കൺവേർട്ടഡ് ടു ഫിസിക്കൽ സർട്ടിഫിക്കറ്റ്. നേരത്തെ നമ്മൾ ഇലക്ട്രോണിക്കിലേക്ക് മാറ്റിയത് വീണ്ടും ഫിസിക്കൽ ഫോർമാറ്റിലേക്ക് മാറ്റുന്നതിനെയാണ് റീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്. It is the reverse of dematerialization. Some investors opt to rematerialize their shares in order to avoid maintenance charges on their demat account. നമ്മൾ ഇപ്പോൾ ബാങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സർവീസ് ചാർജ് വരുന്നുണ്ട്. അതുപോലെ ഡിമാറ്റ് അക്കൗണ്ട് നമ്മൾ കീപ്പ് ചെയ്യുന്ന സമയത്ത് അതിനും ആനുവലി ചാർജസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ചാർജസ് ഫോളോ ചെയ്യാനൊക്കെ അത്ര താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, വീണ്ടും നോർമൽ ഫിസിക്കൽ ഫോർമാറ്റിലേക്ക് തന്നെ മാറ്റാം. അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഹോൾഡ് ചെയ്യുന്നതിന് ചാർജസ് ഒന്നും വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് റീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ, റീമെറ്റീരിയലൈസേഷൻ ആർക്കാണോ വേണ്ടത്, അതായത് ഫിസിക്കൽ ഫോർമാറ്റിലേക്ക് മാറ്റേണ്ടത് ആരാണോ അവർ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റിന് ഒരു റിക്വസ്റ്റ് പ്രൊവൈഡ് ചെയ്യണം. അവരുടെ അക്കൗണ്ടിലൂടെ ത്രൂ അക്കൗണ്ട് ഒരു റിക്വസ്റ്റ് പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് DP എന്ത് ചെയ്യും, ആ റിക്വസ്റ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, സിസ്റ്റത്തിൽ എന്താണോ അവർക്ക് കിട്ടിയിരിക്കുന്ന റിക്വസ്റ്റ് അതിൻ്റെ ബേസിസിൽ ക്ലയൻറ്റ് നിലവിൽ ഹോൾഡ് ചെയ്ത് ഇലക്ട്രോണിക് ഫോർമാറ്റിലുള്ള ഷെയർസ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസിനെ ബ്ലോക്ക് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ബ്ലോക്ക് ആകും. ആൻഡ് ആ ഒരു റിക്വസ്റ്റ് നേരെ NSDL അല്ലെങ്കിൽ CDSL എവിടെയാണോ ഈ അക്കൗണ്ട് ഹോൾഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഡെപ്പോസിറ്ററിയിലേക്ക് എന്ത് ചെയ്യും, DP ഈ റിക്വസ്റ്റ് പാസ് ചെയ്യും, സെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇഷ്യൂർ ഓർ രജിസ്ട്രാർ ഓർ ട്രാൻസ്ഫർ ഏജൻറ്റ് അവർക്കും സെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇഷ്യൂർ ദെൻ പ്രിൻറ്റ് ദ സർട്ടിഫിക്കറ്റ് ആൻഡ് ഡിസ്പാച്ചസ് ദ സെയിം ടു ദ ഹോൾഡർ ആൻഡ് സൈമൾട്ടേനിയസ്ലി ഇലക്ട്രോണിക്കലി കൺഫേം ദ ആക്സെപ്റ്റൻസ് ഓഫ് റിക്വസ്റ്റ് ടു NSDL. ലാസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സർട്ടിഫിക്കറ്റ് വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, പ്രിൻറ്റ് ചെയ്തെടുത്ത് ഷെയർ സർട്ടിഫിക്കറ്റായിട്ട് ഫിസിക്കൽ ഫോർമാറ്റിൽ പ്രിൻറ്റ് ചെയ്തെടുത്തിട്ട് അത് നമ്മൾ ഹോൾഡർക്ക് തിരിച്ച് ഡിസ്പാച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് എന്ത് പ്രോസസ് ഓഫ് റീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് നോക്കാനുള്ളത്. ഇവിടെ നമ്മൾ നോക്കിയത് ഡീമെറ്റീരിയലൈസേഷൻ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്താണ് ഡിമാറ്റ് അക്കൗണ്ട്, എന്താണ് ഡെപ്പോസിറ്ററി ആൻഡ് പ്രോസസ് ഓഫ് ഡീമെറ്റീരിയലൈസേഷൻ എന്താണ് റീമെറ്റീരിയലൈസേഷൻ. ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കിയിട്ടുള്ളത്.